ഈ ഡേറ്റ് ലൈൻ ബേസ് ചെയ്തുകൊണ്ടാണ് ടൈം സിസ്റ്റം അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ ടൈം സിസ്റ്റവും ശാസ്ത്രത്തിൻ്റെ ടൈം സിസ്റ്റവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിൻ്റെ ഒരു പ്രാവശ്യം ചുറ്റി എന്നതിൻ്റെ കണക്കെടുക്കുന്നത് ഉച്ചക്കാണ്. ആ സമയത്ത് മാത്രമേ ഇത് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉയരങ്ങളും താഴ്ചകളും വരുമ്പോൾ കണക്കിൽ വ്യത്യാസം വരും. വ്യത്യാസമില്ലാതെ കിട്ടുന്ന സമയം ഉച്ചയാണ്. ഒരു സാധനം മെരീഡിയനിൽ എത്തുക എന്നതാണ് ശാസ്ത്രത്തിൻ്റെ അതിൻ്റെ പേര്. അപ്പോൾ അത് ഉച്ചയിൽ സൂര്യൻ എത്തുന്ന സമയമാണ് ദിവസം മാറുന്ന സമയം. അതെവിടെ? ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൽ. അത് മക്കയിലെ 3 മണിയും, അതായത് സ്റ്റാൻഡേർഡ് ടൈമിലേക്ക് വരുമ്പോൾ അത് സൗദി അറേബ്യയിലെ 3 മണിയും ലണ്ടനിലെ അർദ്ധരാത്രിയും ഡേറ്റ് ലൈനിലെ ഉച്ചയും ഒരേ സമയമാണ്. ഇതാണ് 0 ഹവറായിട്ട് ശാസ്ത്രലോകം കണക്കാക്കിയിരിക്കുന്നത്. ഇതും ശരീരത്തിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അതങ്ങനെ തന്നെ അംഗീകരിക്കാം. ഇത് അംഗീകരിക്കാമെന്ന് 2008 മൊറോക്കോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അവർ എല്ലാ ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും അവിടെ ചേർന്ന യോഗത്തിൽ അവർ ഇത് ശരിയാണ്, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഇത് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാം, അതേപോലെ തന്നെ UT ടൈം നമുക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് അവരെല്ലാം സമ്മതിച്ചതാണ്. എന്നിട്ടോ കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ അത് വേറൊരു തരത്തിലായിപ്പോയി എന്നത് പ്രശ്നമാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ അവർ കലണ്ടർ ഉണ്ടാക്കിയ ഇതിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡാണ്. അവരെടുക്കുന്നത് 12 മണി UT ആണ് ആ ലാസ്റ്റ് ടൈമായിട്ട് എടുക്കുന്നത്. ഇത് ശരിയല്ല. 24 മണിക്കൂർ എടുത്തെങ്കിൽ മാത്രമേ കണക്ക് ശരിയാവുള്ളൂ. ആ തെറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് എന്താകുന്നു, ശരിയായ ദിവസമല്ലാതെ മറ്റേ ദിവസത്തേക്ക് മാറുന്നു. ഇതുകൊണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ 30ൻ്റെ മാസങ്ങൾ 29 ആവുകയും 29ൻ്റെ മാസങ്ങൾ 30 വരികയും ചെയ്യുന്നത് ഇത് നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങളും ഭൂമിയും പടച്ച നാളിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് മാസം 30 ആവണം, ഏത് മാസം ഏത് ദിവസത്തിൽ തുടങ്ങണം എന്നുള്ളത് അള്ളാഹിൻ്റെ റെക്കോർഡിലുള്ളതാണ്. അത് മാറാൻ പാടില്ല എന്നതാണ് നമ്മുടെ ആവശ്യം. അത് ശാസ്ത്രീയമായാൽ അത് ശരിയാകും.